നമ്മുടെ ഒരു മാനുഷിക സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഒരു വധശിക്ഷയ്ക്ക് അർഹയല്ല. അടുത്ത ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഓപ്ഷൻ അവിടെ ഉള്ളപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയായ നിയമത്തിൻ്റെ തന്നെ ഭാഗമായ ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മുടെ ഒരു സഹോദരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനെന്തിനാണ് ഇത്രയധികം ബഹളം ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വളരെ പരിമിതമായ റോളെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വഹിക്കാൻ കഴിയൂ. കാരണം യമൻ്റെ ഈ പ്രോവിൻസ് സന അടക്കമുള്ള ഭാഗങ്ങൾ ഒരു മിലീഷ്യയാണ് ഭരിക്കുന്നത്. ആ മിലീഷ്യയുമായി ഒരു രാജ്യത്തിന് നയതന്ത്ര ബന്ധമോ നേരിട്ടുള്ള ടോക്കോ പറ്റില്ല, അതിന് പരിമിതിയുണ്ട്. അതേസമയം നമ്മളെ സംബന്ധിച്ച് സൗദിയിലെ എംബസി, അതുപോലെ തന്നെ ഇറാനിലുള്ള ഇന്ത്യൻ കാര്യാലയങ്ങൾ, ഇവ ഒക്കെ വഴിയുള്ള സമാന്തരമായ മറ്റ് ചില മേഖലയിലൂടെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ 100% ഫലം കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരു കൃത്യമായ ഭരണകൂടമല്ല, സാധാരണ നിലയ്ക്കുള്ളൊരു ദേശരാഷ്ട്രത്തിൻ്റെ ഭരണകൂടം ഇല്ല. മൂന്നായി പിരിഞ്ഞു നിൽക്കുന്ന സംവിധാനങ്ങളാണുള്ളത്. ഇതൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അവിടെയുള്ള അതാത് ഇടങ്ങളിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളുമായി ബന്ധമുള്ളവരെ ഉപയോഗിക്കുക എന്ന സാധാരണ നടപടിക്രമമല്ലേ ഇവിടെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ശരിയായ ദിശയിലാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലിരുന്നിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ പുരോഗതി വളരെ ആശാവഹമാണ്. ഇവിടെ കൃത്യമായിട്ട് അഭിലാഷ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ്റിന് നേരിട്ട് ഒരു മിലീഷ്യ ഭരിക്കുന്ന സ്ഥലവുമായി അവരുമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഓൾ പോസിബിൾ എഫേർട്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആരെക്കൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഒരു രാജ്യം പ്രതിസന്ധിയിലാണ്. രാജ്യം നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു പൗരൻ ഒരു വിദേശ രാജ്യത്ത് ഒരു വലിയ പ്രതിസന്ധി ഇരിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ രാഷ്ട്രീയവും മതവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എത്ര ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളും, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്നവർ പോലും ആ എഫർട്ടിൻ്റെ ഭാഗമായതും എങ്ങനെയാണ് എത്ര കമ്മിറ്റ്മെൻറ്റോടുകൂടി അവർ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സമൂഹം അത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു എഫർട്ടാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടത്. എനിക്ക് അത്ഭുതം തോന്നുന്നു ഇവിടെ നമ്മുടെ ഈ മലയാളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയുമ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണമെന്നാണ് തോന്നുന്നത്. മറ്റുള്ളവർ പരിഹസിക്കും ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പം നിമിഷപ്രിയ തെറ്റ് ചെയ്തതാണ്, കൊടും ക്രൂരകൃത്യം ചെയ്തതാണ്, ഇതൊക്കെ പറയുന്നു. ശരി, അവർ ആ രീതിയിലുള്ള കുറ്റാരോപിതയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ഭാഗം പറയാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് യഥാർത്ഥ നീതി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ ഒരു മാനുഷിക സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഒരു വധശിക്ഷയ്ക്ക് അർഹയല്ല അവർ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ നിയമമനുസരിച്ച് ആ രീതിയിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെ അവരെ സഹായിക്കാൻ കഴിയുമോ, രക്ഷിക്കാൻ, അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട്. കൊല്ലപ്പെട്ടവരുടെ, അതായത് അവരുടെ അടുത്ത ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഓപ്ഷൻ അവിടെ ഉള്ളപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനവർ സഹിക്കുന്നു. അതിൻ്റെ അകത്ത് എന്തിനാണ് ഇത്ര വലിയ, അതും ഈ ശരിയായ നിയമത്തിൻ്റെ തന്നെ ഭാഗമല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ട്, നിയമവിരുദ്ധമല്ലല്ലോ. ശരിയായ നിയമത്തിൻ്റെ തന്നെ ഭാഗമായ ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മുടെ ഒരു സഹോദരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനെന്തിനാണ് ഇത്രയധികം ബഹളം ഉണ്ടാകുന്നത്? എനിക്കത് മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലജ്ജ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഈ നിമിഷപ്രിയയുടെ ഈ ഇഷ്യൂ കുറേ നാളായിട്ട് ഉണ്ടല്ലോ, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടെ പലപ്പോഴും കുറച്ച് നാൾ മുമ്പ് കോഴിക്കോട്ടുകാരനായ അബ്ദുൾ റഹീം അല്ലേ, ആ ഇഷ്യൂ നമ്മുടെ ഇവിടെ വന്നതാണ്. റഹീം കറക്റ്റ്. ആ സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അഭിലാഷേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ അവരുടെ പോയി അറബിയിലും ഇംഗ്ലീഷിലും അറിയാവുന്ന ലോകത്തുള്ള സർവ്വഭാഷയിലും പോയി നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെന്നല്ലല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ അങ്ങേയറ്റത്തെ ക്രൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു അത്.
അതായത് വികലാംഗനായ അല്ലെങ്കിൽ സംസാരശേഷി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കൊന്നു എന്നുള്ളതായിരുന്നു ആ കേസ്. എത്ര വലിയ കുറ്റമാണത്. അപ്പോൾ അവിടെ അതും ആ ശരിയായ നിയമത്തിൻ്റെ നിയമം അനുവദിക്കുന്ന രീതിയിലാണ് അവിടെയും അത് ഉപയോഗിച്ചത്. ഇവിടെയും അതല്ലേ ഉള്ളൂ, ഇവിടെയും അത് തന്നെയല്ലേ ഉള്ളൂ. തീർച്ചയായും ഇപ്പോൾ കാന്തപുരം എങ്കിൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു പ്രമുഖ പൗരനല്ലേ, അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രമുഖനായ ആളല്ലേ. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഇതുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോരോ സന്ദർഭങ്ങൾ ആണല്ലോ അതാത് കാര്യങ്ങളെ അല്ലെങ്കിൽ ആ സമയത്തെ നിലപാടുകളെ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹാഫിൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ സ്വാധീന ശേഷിയുള്ള ആളാണ് യമനിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ കാര്യം. അത് ചെയ്യുന്നു. അതിനെ എന്തിനാണ് വേറൊരു തരത്തിൽ മറ്റാളുകൾ അവതരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. വളരെ സ്വാഭാവികമായ ഒരു മനുഷ്യ സ്നേഹപരമായ ഒരു കാര്യം ഒരു പണ്ഡിതന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യാൻ. ഒന്നുകൂടി ഒറ്റ കാര്യം കൂടി വരുന്നില്ല. മറ്റേതെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മിലീഷ്യയാണ് ഭരിക്കുന്നത്. അതുമാത്രമല്ല, മിലീഷ്യ എന്നുള്ളതിനെക്കാട്ടിലുപരി അതായത് 100% ഉള്ള ഒരു മതനിയമം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ ഭാഷയിൽ ആ വേവ് ലെങ്തിൽ അതേ വൈബിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അവിടെ ബന്ധങ്ങളുള്ള ഒരാളിൻ്റെ സേവനം നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നു. ശരി, അത് വേണ്ടേ? അതെന്തെല്ലാം കാര്യങ്ങളില്ല. എന്താണ് ഇതിൻ്റെ അകത്തെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം. ശരിയല്ല, മനുഷ്യ സ്നേഹികൾക്ക് ഒരു കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അക്കാര്യത്തിൽ ചില കുഴപ്പങ്ങളും ഒക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുന്നതും.